CPIM തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രാഗിലും രോഹിതും അഭിരാമും ഒന്നും കാപ്പിലെന്നല്ല ഈ വണ്ടൂരിന്റെ മണ്ണിൽ ചവിട്ടാൻ കഴിയില്ല. അതിന് CPM ഒരു ഭരണത്തിന്റെയും പിന്തുണ വേണ്ട. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. വണ്ടൂരിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഉങ്കിൽ കോൺഗ്രസ് അഴിഞ്ഞാടുകയാണെന്ന് CPIM വണ്ടൂർ ഏരിയ സെക്രട്ടറി MT അഹമ്മദ്. അനിൽകുമാർ റവന്യൂ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ വിജയാഘോഷം എന്ന പേരിൽ വണ്ടൂർ കാപ്പിൽ വെച്ച് CPIM ബ്രാഞ്ച് അംഗമായ ഷാജുവിനെ കോൺഗ്രസ് പ്രവർത്തകർ മൃഗീയമായി ആക്രമിക്കുകയായിരുന്നുവെന്നും MT അഹമ്മദ് പറഞ്ഞു. ബാർബർ ഷോപ്പിലിരുന്ന് മുടിവെട്ടിക്കൊണ്ടിരിക്കുന്ന ഷാജുവിനെ കഴുത്തിലും തലയിലും കോൺഗ്രസ് പതാക കെട്ടിയ പ്രവർത്തകരാണ് ആക്രമിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനലായ രാഗിലിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ആക്രമണം. മുൻപ് CPIMന് നേരെ നടന്ന നിരവധി ആക്രമണങ്ങളിലെ പ്രധാന പ്രതിയാണ് ഇയാൾ. അന്ന് MLA ആയിരുന്ന അനിൽകുമാറിന്റെ സഹായത്തോടെയാണ് ഇയാൾ കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത്. ഇപ്പോൾ അനിൽകുമാർ മന്ത്രിയായതിന്റെയും കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്നുമുള്ള അഹങ്കാരത്തിലാണ് കോൺഗ്രസുകാർ CPIM പ്രവർത്തകനെ ബാർബർ ഷോപ്പിൽ കയറി മർദ്ദിച്ചതെന്ന് CPM നേതൃത്വം ആരോപിച്ചു. വണ്ടൂരിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പുങ്കിൽ അഴിഞ്ഞാടുകയാണ് കോൺഗ്രസ്. അനിൽകുമാർ റവന്യൂ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ വിജയാഘോഷം നടത്തുക എന്ന പേരിൽ വണ്ടൂർ പഞ്ചായത്തിലെ കാപ്പിൽ പാർട്ടിയുടെ കാപ്പിൽ ബ്രാഞ്ച് അംഗമായിട്ടുള്ള സഖാവ് ഷാജുവിനെ വളരെ മൃഗീയമായ രീതിയിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആക്രമിച്ചത്. ബാർബർ ഷോപ്പിൽ കസേരയിലിരുന്ന് മുടിവെട്ടിക്കൊണ്ടിരിക്കുന്ന ഷാജുവിനെ കോൺഗ്രസിന്റെ പതാക കഴുത്തിലും തലയിലുമെല്ലാം കെട്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ, അതിൽ പ്രധാനമായിട്ടും രാഗിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനലാണ് അദ്ദേഹം എന്ന് പറയുന്നത്. നേരത്തെയും CPIMനെതിരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളിലെ പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു ഇദ്ദേഹം അന്ന് MLA ആയിരുന്ന അനിൽകുമാറിന്റെ സഹായത്തോടു കൂടി കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പൊ മന്ത്രിയായതിന്റെ പേരിൽ അനിൽകുമാർ മന്ത്രിയാണ് എന്നുള്ളതും നാട്ടിൽ കോൺഗ്രസ് ആണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്ന അഹങ്കാരത്തിന്റെ പുറത്താണ് CPIMന്റെ പ്രവർത്തകനെ ബാർബർ ഷോപ്പിൽ കയറി വളരെ ഭീകരമായ രീതിയിൽ കത്തികൊണ്ട് കുത്തുകയാണ്. കോൺഗ്രസിന്റെ വിജയാഘോഷത്തിനിടെ കാപ്പിലിൽ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് എസ്കോർട്ടോടെയാണ് പരിപാടി നടന്നിരുന്നത്. ഈ പരിപാടിയിൽ നിന്നും വന്ന രാഗിൽ, രോഹിത്, അഭിരാം എന്നിവരടങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഷാജുവിനെ ക്രൂരമായി മർദ്ദിച്ചത്. ആക്രമണത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഷാജുവിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഭരണം മാറിയെന്ന് കരുതി CPIM കൊടിമടക്കി വീട്ടിലിരിക്കുമെന്ന തെറ്റായ ധാരണ ആർക്കും വേണ്ടെന്ന് MT അഹമ്മദ് മുന്നറിയിപ്പ് നൽകി. അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോൺഗ്രസിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് കാപ്പിൽ ആക്രമണം നടക്കുമെന്ന് പോലീസിന് വിവരം കിട്ടിയതിന്റെ ഭാഗമായിട്ടായിരിക്കാം പോലീസ് എസ്കോർട്ടോട് കൂടിയാണ് വിജയാഘോഷ പരിപാടി നടക്കുന്നത്. ആ പരിപാടിയിൽ നിന്ന് കയറി വന്നിട്ടാണ് ഈ പറയുന്ന ഷാജുവിനെ രാഗില്, രോഹിത്, അഭിരാം തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ വന്ന് ആക്രമിക്കുന്നത്. വളരെ ഭീകരമായി കുത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം പ്രചരിക്കുന്നുണ്ട്. എന്നിട്ടും ഇദ്ദേഹത്തെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഷാജു ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. ഈ പറഞ്ഞ രാഗിൽ എന്ന കക്ഷിയെ അവിടെ തന്നെ വെച്ച് അറസ്റ്റ് ചെയ്യേണ്ട പോലീസ് അവിടെ നിന്ന് ഒരു സ്വാഭാവികമായിട്ടുള്ള അടിപിടി കേസ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റി അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. പിന്നീട് ഇപ്പോ ഈ രാഗിൽ എന്ന് പറയുന്ന ആള് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് ഷാജുവിനെതിരായിട്ടുള്ള കേസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ രാഗിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് ആശുപത്രിക്ക് പുറത്ത് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പോലീസിനോട്, ഒന്ന് കേരളത്തിൽ ഭരണം മാറി എന്നുള്ളത് കൊണ്ട് CPIM അതിന്റെ കൊടിമടക്കി വെച്ച് വീട്ടിലിരിക്കുമെന്ന തെറ്റായ ധാരണയിലേക്ക് പോകണ്ട. എല്ലാ സമയത്തും സമാധാനപരമായി കാര്യങ്ങൾ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് CPIM. വണ്ടൂർ മണ്ഡലത്തിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ് കാപ്പിൽ. CPIM തീരുമാനിച്ചാൽ ഈ പറയുന്ന രാഗിലിനും രോഹിത്തിനുമൊന്നും കാപ്പിലെന്നല്ല വണ്ടൂരിന്റെ മണ്ണിൽ പോലും കാലുകുത്താൻ കഴിയില്ല. അതിന് പാർട്ടിക്ക് ഭരണത്തിന്റെ പിന്തുണ ആവശ്യമില്ല. ഞങ്ങളുടെ സഖാക്കളെ ആക്രമിച്ചാൽ അതേ രീതിയിൽ തന്നെ നേരിടാൻ CPIMന് കരുത്തുണ്ട്. എന്നാൽ ഇപ്പോൾ നിയമപരമായി ഈ കാര്യങ്ങളെ നേരിടാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിയമപാലകരായ പോലീസ് ഈ അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം.
നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഭരണാധികാരികളും പോലീസും കൃത്യമായി ചുമതല നിർവഹിച്ചില്ലെങ്കിൽ CPIM-ന് സ്വമേധയാ പ്രതിരോധിക്കേണ്ട സാഹചര്യമുണ്ടാകുമെന്നും MT അഹമ്മദ് പറഞ്ഞു. ഞങ്ങൾ എല്ലാ സമയത്തും സമാധാനപരമായിട്ട് കാര്യങ്ങൾ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. കാപ്പ് എന്ന് പറയുന്നത് CPIM-ന്റെ വണ്ടൂർ പഞ്ചായത്തിലെ അല്ല, ഈ വണ്ടൂർ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ്. CPIM തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രാഗിലും രോഹിതും അഭിരാമും ഒന്നും കാപ്പിലെന്നല്ല ഈ വണ്ടൂരിന്റെ മണ്ണിൽ ചവിട്ടാൻ കഴിയില്ല. അതിന് CPIM-ന് ഒരു ഭരണത്തിന്റെയും പിന്തുണ വേണ്ട. ഞങ്ങളുടെ പാർട്ടി സഖാക്കൾക്ക് നേരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന് ആ രീതിയിൽ തന്നെ നേരിടാൻ CPIM-ന് കഴിയും. ഇപ്പോൾ നിയമപരമായിട്ട് ഈ കാര്യങ്ങളെ നേരിടാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിയമപാലകരായിട്ടുള്ള പോലീസ് ഈ ആക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ CPM ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിയമം പാലിക്കേണ്ട ഈ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളും അതോടൊപ്പം തന്നെ പോലീസും ആ കാര്യം നിർവഹിച്ചിട്ടില്ലെങ്കിൽ CPM-ന് സ്വമേധയാ ഇതിനെ പ്രതിരോധിക്കേണ്ട സാഹചര്യം ഉണ്ടാവുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. CPM-ന്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ വിഷയത്തിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പ്രകടനം വണ്ടൂർ ടൗണിൽ നടത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ 3 പ്രതികളെയും അറസ്റ്റ് ചെയ്ത് നിയമപരമായിട്ട് ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും CPIM തുടർന്നുള്ള നടപടികൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കും. ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് പ്രതിഷേധ പ്രകടനം വണ്ടൂർ ടൗണിൽ സംഘടിപ്പിക്കും. ഇന്ന് വൈകുന്നേരത്തോടെ 3 പ്രതികളെയും അറസ്റ്റ് ചെയ്ത് നിയമപരമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് CPIM തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ V. അർജുൻ, VK അശോകൻ, M. ജാഫർ, വണ്ടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. അരുൺ, അരിമ്പ്ര മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ് വണ്ടൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.